അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22.36 കോടി രൂപ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സി സദാനന്ദൻ എം പി, ഷാഫി പറമ്പിൽ എം പി, കാരായി രാജൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ, PK കൃഷ്ണദാസൻ, പാലക്കാട് ഡിവിഷൻ AD RM ജെറിൻ S ആനന്ദ് എന്നിവർ സംസാരിച്ചു. അന്ത്യോദയ എക്സ്പ്രസിന് ഇവിടെ ഈ സ്റ്റോപ്പ് അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുതുതായി ആരംഭിച്ച അമൃത് ഭാരത് ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാമേശ്വരത്തേക്ക് പോകുന്ന തീവണ്ടിക്ക് ഏതാനും മാസങ്ങൾക്കകം തന്നെ തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതാണ്. അതോടൊപ്പം 2-3 ദീർഘദൂര തീവണ്ടികൾക്കും ഈ തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കും എന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയിട്ടുണ്ട്. റെയിൽവേ പൊതുമേഖല സ്വത്തായിട്ട് എക്കാലത്തും സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ തലശ്ശേരി 1-ാം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു വഴി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതോടൊപ്പം ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഏറെ മനോഹരമായി നടന്നപ്പോൾ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നം കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന് വെള്ളക്കെട്ടാണ്. വെള്ളത്തിലൊഴുകി പോകാനുള്ള സൗകര്യങ്ങളും റെയിൽവേ അധികൃതർ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, മറിച്ച് വരും തലമുറകളെ കുറിച്ച് കൂടി നമ്മുടെ ചിന്ത അങ്ങനെ വ്യാപരിക്കും. വരും തലമുറകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം പരമപ്രധാനമാണ്. ഇന്ന് കഴിഞ്ഞുകൂടുന്ന തരത്തിൽ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മെ പിന്തുടർന്നു വരുന്ന നമ്മുടെ തലമുറ ഏറ്റവും സൗകര്യപ്രദമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പം. അങ്ങനെയുള്ള വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ആ സുസ്ഥിര വികസനം എന്ന സങ്കല്പത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ വികസന സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുന്നതും അത് സാക്ഷാത്കരിക്കപ്പെടുന്നതും. ഒരുപക്ഷെ ശബരിമല പോലെ തന്നെ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ശേഷം അത്രയും വിശ്വാസികളെ, അത്രയും ലക്ഷക്കണക്കിനായ ഭക്തജനങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒരു പോയിന്റാണ് ശരിക്കും തലശ്ശേരി. ഞാൻ പലപ്പോഴും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് കൊടുക്കുന്ന പ്രാധാന്യം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ഉണ്ടാവേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക്. മൈസൂർ തലശ്ശേരി റെയിൽവേ ലൈനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും ഒക്കെ പങ്കെടുത്ത MP's കോൺഫറൻസിൽ ഈ വടകരയുടെ, തലശ്ശേരി ഉൾപ്പെടുന്ന വടകരയുടെ ജനപ്രതിനിധി എന്ന നിലക്ക് ഇപ്രാവശ്യവും ഉന്നയിച്ചതും അഭ്യർത്ഥിച്ചതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, കർണാടക മുഖ്യമന്ത്രിയുമായി കേരള മുഖ്യമന്ത്രി ഇതിന്റെ ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ചർച്ച തലശ്ശേരി മൈസൂർ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ആ മീറ്റിംഗിന്റെ മുമ്പിൽ വെച്ചതും. അത് ഗൗരവതരമായി പരിഗണിക്കുമെന്നും ആ കൂടിക്കാഴ്ച അധികം വൈകാതെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. സ്റ്റേഷൻ നവീകരണത്തോടനുബന്ധിച്ച് നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. ഷൊർണൂർ മംഗളൂരു മെയിൻ ലൈനിലെ പ്രധാനപ്പെട്ട NSG 3 കാറ്റഗറിയിൽപ്പെട്ട സ്റ്റേഷന്റെ വികസനം വടക്കൻ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാകും. പ്രതിദിനം ശരാശരി 28,642 യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷൻ വഴി ദിവസേന 68 മുതൽ 70 വരെ ട്രെയിൻ സർവീസുകളാണ് നിലവിൽ കടന്നു പോകുന്നത്. സ്റ്റേഷന്റെ പ്രധാന മുൻഭാഗം മനോഹരമാക്കുകയും വാഹനങ്ങൾ വരാനും പോകാനുമുള്ള പ്രത്യേക ഡ്രൈവേകളോട് കൂടിയ പ്രവേശന കവാടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശീതീകരിച്ച വെയിറ്റിംഗ് ഹാൾ, ഓപ്പൺ വെയിറ്റിംഗ് ലോഞ്ച്, വിശാലമായ കോൺകോഴ്സ്, ആധുനിക ബുക്കിംഗ് ഓഫീസുകൾ എന്നിവയും നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൽ 2 പുതിയ ലിഫ്റ്റുകൾ സ്ഥാപിച്ചതിനൊപ്പം 17 പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, LED ലൈറ്റുകൾ, ഡിജിറ്റൽ കോച്ച് ഗൈഡൻസ് സിസ്റ്റം, ഇലക്ട്രോണിക് ട്രെയിൻ ഇൻഡിക്കേഷൻ ബോർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ടാക്ടൈൽ വാക്ക്വേകൾ, ഹാൻഡ് റെയിലോട് കൂടിയ റാമ്പുകൾ, ഉയരം കുറഞ്ഞ ബുക്കിംഗ് കൗണ്ടറുകൾ, പ്രത്യേക ശുചിമുറികൾ എന്നിവയും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്.